നാം ഏവരും നമ്മുടെ 5 നേര നമസ്കാരങ്ങളിൽ ഏതൊരു വിഭാഗത്തിൽ എന്നെ ഉൾപ്പെടുത്തരുതേ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് നമ്മൾ ആമീൻ പറയാറുണ്ടോ? ആ വിഭാഗത്തിൻ്റെ ചില ചെയ്തികളെ, അവർക്കുണ്ടായ ചില ദുർഗുണങ്ങളെ നമ്മോട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ അല്ലാഹു തആല പറഞ്ഞൊരു യാഥാർത്ഥ്യമുണ്ട്. വേദഗ്രന്ഥം നൽകപ്പെട്ടവരെ പോലെ നിങ്ങൾ ആകാതിരിക്കാൻ ശ്രമിക്കണം എന്ന്. നിങ്ങളുടെ മുമ്പ് വേദം നൽകപ്പെട്ട ആളുകളെ പോലെ ആവാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എന്താണ് അവർക്ക് പറ്റിയ തകരാറ്? ത്വാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും എന്നാണ് അല്ലാഹു അതിന് കാരണം പറഞ്ഞത്. വേദഗ്രന്ഥം നൽകപ്പെട്ട കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകൾക്ക് ഉണ്ടായിരുന്ന ആ ഒരു സൂക്ഷ്മതയും ബോധവുമൊക്കെ വേദഗ്രന്ഥം നൽകപ്പെട്ട് കാലങ്ങൾ പിന്നിട്ടപ്പോൾ, അഥവാ പ്രവാചകന്മാര് ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തോടുള്ള ദൂരം ആളുകളിൽ വർദ്ധിച്ചപ്പോൾ, തലമുറകൾക്ക് വഴിമാറിയപ്പോൾ, അങ്ങനെ കാലഘട്ടം ഫത്വാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കടുത്തുറച്ചു പോയി എന്നാണ് അല്ലാഹു പറയുന്നത്. അങ്ങനെ അവരിൽ അധിക പേരും തെമ്മാടികളായി മാറി എന്നാണ് അല്ലാഹു മുന്നറിയിപ്പ് നൽകിയത്. ഇതുപോലെ നിങ്ങൾ ആവരുതെന്ന കൃത്യമായ നിർദ്ദേശം വിശ്വാസി സമൂഹത്തോട് അല്ലാഹു ഖുർആനിൽ നടത്തിയത് എന്തിനാണ്? മഹാന്മാരായ ആളുകളോടുള്ള സഹവാസം, പ്രവാചകന്മാരുടെ കാലഘട്ടത്തോടുള്ള ദൂരം, ആ ഉത്ബോധനങ്ങൾ ശ്രവിച്ചിരുന്ന കാലഘട്ടവുമായി ആളുകൾ അതിൻ്റെ ദൂരം കൂടി വരുംതോറും ആ പ്രവാചകന്മാര് കൃത്യമായി സമൂഹത്തിൽ നിലനിർത്തിയിട്ടുള്ള സാംസ്കാരികമായ ഗുണങ്ങളിൽ നിന്ന് മനുഷ്യർ തെന്നി അകന്നുമാറും. അതാണ് അവർക്ക് സംഭവിച്ചത്. ഇതാണ് ഈ ഒരു അവസരത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ റമദാനിന്റെ നേരെ പിറ്റേന്നുണ്ടായിരുന്ന ഒരു മാനസികമായ അവസ്ഥ, അതല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത ഒരാഴ്ച നിലനിന്ന ഒരു മാനസികമായ അവസ്ഥ, ആഴ്ചകൾ കഴിയും തോറും നമ്മുടെ മനസ്സുകളിൽ നിന്ന് നീങ്ങി പോയിക്കൊണ്ടിരിക്കുന്നില്ലേ എന്നുള്ളത് വളരെ ആത്മാർത്ഥമായും ഗൗരവബോധത്തോടുകൂടെയും നാം ഏവരും ചിന്തിക്കണമെന്നാണ് എനിക്ക് എന്നോടും എൻ്റെ പ്രിയ ശ്രോതാക്കളോടും വളരെ വിനയ പുരസ്സരം ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അങ്ങനെ നമുക്ക് സംഭവിക്കരുത്. വിശുദ്ധ റമദാനിലുണ്ടായിരുന്ന ആ ഒരു ഭക്തിയും അതുപോലെയുള്ള ഒരു താല്പര്യവും ആരാധനകളിൽ മറ്റൊരു കാലത്ത് ഉണ്ടാവുകയില്ല എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. കാരണം അത് റമദാൻ തന്നെയാണ്. റമദാനിൽ സൽക്കർമ്മങ്ങൾക്കുള്ള പുണ്യം മറ്റൊരു മാസത്തിൽ നമുക്ക് ലഭ്യമാവില്ല. അതുകൊണ്ട് തന്നെയാണ് ആ മാസത്തിൽ നമ്മൾ കൂടുതൽ ഉത്സാഹിക്കുകയും അധ്വാനിക്കുകയും ഒക്കെ ചെയ്തത്. പക്ഷേ റമദാൻ കഴിഞ്ഞ് അതിങ്ങനെ ആഴ്ചകളും മാസങ്ങൾക്കുമൊക്കെ വഴിമാറിക്കൊടുക്കുമ്പോൾ നമ്മിലെല്ലാം അർപ്പിതമായ ഒരു ബാധ്യത വ്രതാനുഷ്ഠാനത്തിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ള ജീവിതം ജീവിക്കുന്ന ആളുകളായേക്കാൻ അതിനു വേണ്ടിയാണ് നിങ്ങൾക്ക് വ്രതം നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നത് എന്ന ആശയം അത് റമദാനിലേക്ക് മാത്രമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. റമദാനെ കഴിഞ്ഞിട്ടുള്ളൂ, റമദാനിനോട് മാത്രമേ നമ്മൾ വിട പറഞ്ഞിട്ടുള്ളൂ. തഖ്വയോട് വിട പറയരുത്. തഖ്വ ഇവിടെ നിലനിൽക്കണം. ഏത് കാലം വരെ? തഖ്വക്ക് അത് തീരുന്ന എക്സ്പയറി ഡേറ്റ് ഇല്ല. അതിൻ്റെ ഡേറ്റ് മരണം തന്നെയാണ്. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. നീ നിന്റെ രക്ഷിതാവിനെ ആരാധിക്കണം, ആത്മാർത്ഥതയോടുകൂടി നീ അവനെ ആരാധിക്കണം. ഏതുവരെ? മരണം വന്നെത്തുന്നതുവരെ. അതാണ് റമദാനിന്റെ ശേഷം നമ്മൾ ചിന്തിക്കേണ്ടത്. റമദാനിൽ നാം നിയന്ത്രിച്ചത്, ഞാൻ നോമ്പുകാരനാണ്, നോമ്പനുഷ്ഠിക്കുന്ന എനിക്കിതൊന്നും പാടില്ലാത്തതാണ് എന്ന ബോധത്തോടെയാണ്.
സൂക്ഷ്മതയുള്ള ജീവിതം നാം കൃത്യമായി നിലനിർത്തിയതെങ്കിൽ റമദാനിന്റെ ശേഷം ഇനി അടുത്ത റമദാൻ വരുന്നത് വരേക്കുള്ള ഈ 11 മാസക്കാലത്തെ ജീവിതത്തിലും പ്രിയമുള്ളവരെ, നമ്മൾ ഇനി തിന്മകളിലേക്ക് നമ്മുടെ മനസ്സ് നമ്മെ പ്രലോഭിപ്പിക്കുമ്പോൾ, പ്രേരിപ്പിക്കുമ്പോൾ, പിശാച് നമ്മുടെ മനസ്സിൽ ദുർമന്ത്രണം നടത്തുമ്പോൾ ഇനി നമ്മൾ നമ്മെ പഠിപ്പിക്കേണ്ടത് കുൻതു സ്വായിമ, ഞാൻ നോമ്പുകാരനായിരുന്നു എന്ന തത്വമായിരിക്കണം. എന്താ അതിന്റെ അർത്ഥം? ഞാൻ നോമ്പുകാരനായിരുന്നു അഥവാ ഞാൻ നോമ്പെടുത്തവനാണ്, ഞാൻ നോമ്പ് അനുഷ്ഠിച്ചവനാണ് എന്ന് പറഞ്ഞാൽ, നോമ്പ് അനുഷ്ഠിച്ച ഒരു വ്യക്തി അവന്റെ ജീവിതത്തിൽ, തുടർ ജീവിതത്തിൽ അതില്ലെങ്കിൽ അവന്റെ കർമ്മം സ്വീകരിക്കപ്പെടാതെ പോയോ എന്ന് ഏറെ ഭയപ്പെടേണ്ടുന്ന ഒരു അടയാളമായിക്കൊണ്ടല്ലേ ഇസ്ലാമിക പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ അഭിപ്രായമായി നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്? അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ഓരോ ചലനങ്ങളിലും ദിനങ്ങളിലും ഏതെങ്കിലും ഒരു തിന്മക്ക് നമുക്ക് തോന്നുന്നുവെങ്കിൽ നാം കടിഞ്ഞാനിടണം നമ്മുടെ മനസ്സിനെ. എന്ത് പറഞ്ഞുകൊണ്ട്? ഞാൻ നോമ്പനുഷ്ഠിച്ചവനാണ്. ഏതെങ്കിലും ഒരു രോഗത്തിന്റെ ചികിത്സാവശ്യാർത്ഥം വിശ്വസ്തനായ നമ്മുടെ ഡോക്ടർ നമുക്ക് നിർദ്ദേശിച്ചു തന്ന ഒരു ഔഷധം, ഒരു മെഡിസിൻ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ മെഡിസിൻ കഴിച്ച ഒരു വ്യക്തിക്ക് പാടില്ലാത്തത് നമുക്ക് എത്ര തന്നെ ഇഷ്ടമുള്ള വസ്തുവാണെങ്കിലും നാം ഒഴിവാക്കാറാണ് പതിവുള്ളത്. എന്താ കാരണം? ഞാനിപ്പം മരുന്ന് കഴിച്ചിട്ടേയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവനാണ്, ഞാൻ കഴിക്കുന്ന മരുന്നിന്റെ ഫലപ്രാപ്തിയെ ഇത് തടയും, അതുകൊണ്ട് എനിക്ക് എത്ര ഇഷ്ടമുള്ള ഭക്ഷണമാണെങ്കിലും ഞാനത് വേണ്ട എന്ന് പറയുകയുള്ളൂ. കാരണം ഞാൻ ആ മരുന്ന് കഴിച്ചവനാണ്. ഇത് ഭൗതിക ലോകത്തെ കാര്യമാണെങ്കിൽ, ആത്മീയമായ ലോകത്ത് നമുക്ക് സ്വർഗം തടയുന്ന, നരകത്തിലേക്ക് നമ്മെ തള്ളിവിടുന്ന ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിന് നമ്മുടെ മനസ്സ് കൊതിക്കുന്നുവെങ്കിൽ പറയണം മനസ്സിനോട്, വിശുദ്ധ റമദാനിൽ രാപ്പകലോളം, ഏറ്റവും പകലന്തിയോളം പട്ടിണി കിടന്നത്, രാത്രികളിൽ ഉറക്കമിളച്ചത്, നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്തത് എൻ്റെ റബ്ബിനോടടുക്കാൻ വേണ്ടിയായിരുന്നു. ആ കൃത്യമായ ഒരു ചികിത്സ സ്വീകരിച്ചിട്ടുള്ള എനിക്ക് ഇനി അതിന് നേർവിപരീതമായി വരുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ എനിക്ക് പറ്റില്ല എന്ന കൃത്യമായ ബോധത്തോടുകൂടി തിന്മകളോട് ഇനിയുള്ള കാലങ്ങളിൽ വിട പറയുവാൻ വിശ്വാസികളെ നമുക്ക് സാധ്യമാകണം. അവിടെയാണ് നമ്മുടെ കരുത്ത് പ്രകടമാകേണ്ടത്. അവിടെയാണ് നമ്മുടെ ക്ഷമ പരിശോധിക്കപ്പെടുന്നത്. അവിടെയാണ് നമ്മുടെ ആത്മാർത്ഥതയുടെ തോത് നിർണയിക്കപ്പെടുന്നത് റബ്ബിന്റെ കോടതിയിൽ. കാരണം ഇത് നല്ല ഇഖ്ലാസുള്ള വ്യക്തികൾക്കല്ലാതെ സാധ്യമാവുകയില്ല. അള്ളാഹുവാണ് റബ്ബെന്ന് പറയുന്ന നിരവധി ആളുകളെ ലോകത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. അവരൊക്കെയും ആ വാക്കിനോട് കൂറുപുലർത്തി ജീവിക്കുന്നവരൊന്നുമല്ല. വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി എന്ന് പറഞ്ഞത് അള്ളാഹുവിനെ കണക്കാക്കേണ്ട മുറപ്രകാരം അവരൊന്നും കണക്കാക്കിയവരല്ല. നാവുകൊണ്ട് വിശ്വാസം പറഞ്ഞവരുണ്ട്, ഹൃദയത്തിൽ അത് കയറിയിട്ടില്ല എന്നൊക്കെ പല വിഭാഗങ്ങളെ വിശുദ്ധ ഖുർആൻ ആക്ഷേപസ്വരത്തിൽ പറയാൻ എന്താ കാരണം? പറയുന്ന വാക്കിനോട് കൂറുപുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ ആത്മാർത്ഥതയുള്ള ഇഖ്ലാസുള്ള വിശ്വാസികൾക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്ന് നമ്മെ ധാരാളം തവണ ഓർമ്മപ്പെടുത്താൻ തന്നെയാണ് അങ്ങനെ അള്ളാഹു സൂചിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാൻ എന്നോടും നിങ്ങളോടും റമദാനിനോടുള്ള നമ്മുടെ ദൂരം കൂടി കൂടി വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ആവർത്തിച്ചോർമ്മപ്പെടുത്തുകയാണ്, നന്മകളുടെ കൃത്യമായ തുടർച്ചകൾ നമ്മളിൽ ഉണ്ടായിരിക്കണം. സ്വീകാര്യതയ്ക്ക് വേണ്ടിയുള്ള തേട്ടം അവസാനിപ്പിക്കരുത്. ഒരൽപ്പ കർമ്മം പോലും അള്ളാഹു സ്വീകരിച്ചു എന്ന് നമുക്ക് ഉറപ്പ് കിട്ടണമെങ്കിൽ പരലോകത്ത് എത്തണം. കാരണം അള്ളാഹു തഖ്വയുള്ളവരിൽ നിന്ന് സ്വീകരിക്കുകയുള്ളൂ. ആരാണ് മുത്തഖി എന്ന് നിർണയിക്കപ്പെടുന്ന വിധി നിർണയത്തിന്റെ ദിവസമാണ് പരലോകം. അള്ളാഹു നമ്മെ ആ ദിവസത്തിൽ വിജയികളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇതാണ് ഒന്നാമതായി നമ്മൾ ചിന്തിക്കേണ്ടത്. കർമ്മങ്ങളിൽ തുടർച്ചയുണ്ടാകണം.
ആ തുടർച്ച ഏതെങ്കിലും ഒരു 2 മാസത്തിലോ ഏതാനും കാലങ്ങളിലോ ആയിരിക്കരുത്. അത് കൃത്യമായി തന്നെ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുവാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ തുറന്നു തന്നിരിക്കുകയാണ്. ധാരാളം ചാൻസുകളുണ്ട്. റമദാനിൽ നമ്മൾ 5 നേരത്തെ നിസ്കാരത്തിൽ കണിശത പുലർത്തിയിരുന്നു, ജമാഅത്തിന്റെ കാര്യത്തിൽ കണിശത പുലർത്തിയിരുന്നു. അത് റമദാൻ കഴിഞ്ഞാലും നിലനിൽക്കുന്നുണ്ട്. നോമ്പനുഷ്ഠിക്കുക എന്നുള്ള നിർബന്ധമായ കാര്യം നമുക്ക് ബാധകമല്ലെങ്കിലും റമദാനിന്റെ ശേഷം നിരവധി സുന്നത്ത് നോമ്പുകൾ നമ്മുടെ മുമ്പിൽ ഇതാ വന്നുകൊണ്ടേയിരിക്കുകയാണ്. തൊട്ടുടനെ തന്നെ വന്ന ശവ്വാലിലെ 6 നോമ്പ് ഇനിയും അതിന്റെ ചാൻസ് ബാക്കി കിടക്കുകയാണ്. ഈ ശബ്ദം ശ്രവിക്കുന്ന എന്റെ പ്രിയ സഹോദരീ സഹോദരങ്ങളോട് പറയട്ടെ, ഇതാ ശവ്വാൽ ഇപ്പോൾ അതിന്റെ ആദ്യ പകുതിയൊക്കെ പിന്നിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇനിയും നമുക്ക് മുമ്പിൽ ദിനങ്ങളുണ്ട്. ശവ്വാൽ തീരുന്നതിന്റെ മുമ്പ് എപ്പോഴെങ്കിലും ഒരു 6 ദിവസം അനുഷ്ഠിച്ചുകൊണ്ട് ആ മഹത്തായ പുണ്യം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കണം. തിങ്കൾ വരുന്നുണ്ട്, വ്യാഴങ്ങൾ വരുന്നുണ്ട്, അങ്ങനെ പുണ്യമാക്കപ്പെട്ട നോമ്പുകളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ, സദഖകൾ റമദാനിലല്ല, ആർക്ക് എപ്പോഴാണോ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാകുന്നത് അതപ്പോഴാണത് ചെയ്യേണ്ടത്. ഇങ്ങനെ ഏതേത് കാര്യങ്ങൾക്കും നമ്മുടെ മുമ്പിൽ ചാൻസുകളുണ്ട്. അതൊക്കെ എന്തിനുള്ളതാണ്? നമ്മുടെ ഹൃദയം മാലിന്യം അതിൽ കുമിഞ്ഞുകൂടാതെ ഹൃദയം വളരെ പവിത്രമായി നിലനിൽക്കുവാൻ വേണ്ടി തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. സഹോദരങ്ങളെ, അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഹൃദയം എപ്പോഴും വിശുദ്ധമായി നിലനിൽക്കുവാൻ ആവശ്യമായ ഹൃദയവിശുദ്ധിക്ക് നമ്മെ പ്രാപ്തരാക്കുന്ന 5 കാര്യങ്ങൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ മുമ്പിൽ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ള 5 മരുന്നുകളുണ്ട്, ഔഷധങ്ങളുണ്ട്. എന്തിന്? ഹൃദയത്തിന് ബാധിച്ചേക്കാവുന്ന വിവിധങ്ങളായ അപകടകരങ്ങളായ രോഗങ്ങൾക്ക് ശിഫ നൽകി നമ്മുടെ മനസ്സിനെ അല്ലാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യോഗ്യരാക്കി തീർക്കുന്ന നിലക്കുള്ള വിശുദ്ധി പ്രദാനം ചെയ്യുന്ന 5 ചികിത്സകൾ. ഒരു കവി അത് 2 വരികളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വദവാഉ ഖൽബിൻ ഖംസതുൻ ഫതിലാവതുൻ ബിതദബ്ബുരിൽ മഅനാ വലിൽ ബത്നിൽ ഖലാ വഖിയാമു ലൈലിൻ വത്തദർറു ബിസ്സഹർ വമുജാലസതു സ്വാലിഹീനൽ ഫുദ്ദലാ. 5 കാര്യങ്ങൾ. വദവാഉ ഖൽബിൻ, ഹൃദയത്തിന് ബാധിക്കുന്ന രോഗങ്ങൾക്കുള്ള മരുന്നുകൾ. അത് ഖംസത്തുന്നത് 5 എണ്ണമാണ്. ആ 5 എണ്ണമാണ് എണ്ണി പറയാൻ പോകുന്നത്. ഒന്നാമതായി ഫതിലാവത്തുൻ ബിതദബ്ബുരിൽ മഅനാ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യലാണ് ഒന്നാമത്തെ മരുന്ന്. എങ്ങനെ പാരായണം ചെയ്യണം? കേവലം സ്പീഡിലൊരു ഓത്തോതി പോകലല്ല. ബിതദബ്ബുരിൽ മഅനാ, അതിൻ്റെ അർത്ഥവും ആശയവുമൊക്കെ ചിന്തിച്ചുകൊണ്ട്, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യലാണ് ഒന്നാമത്തെ മരുന്ന്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും തുടരുന്നുണ്ടോ എന്ന് പറയേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ഞാൻ എത്ര തവണ ഒരു ജീവിതത്തിൽ, ഒരു ദിവസത്തിൽ വിശുദ്ധ ഖുർആൻ ചിന്തയോടെ ഞാൻ പാരായണം ചെയ്യുന്നുണ്ട്? അതോരോരുത്തരും അവരവരോട് ചോദിച്ചൊന്ന് ഉറപ്പുവരുത്തണം. നമ്മുടെ കൈകളിലുള്ള സ്മാർട്ട് ഫോൺ ഒരു 24 മണിക്കൂറിൻ്റെ അകത്ത് എത്ര തവണ നമ്മൾ ഉപയോഗിച്ചു എന്ന് അറിയുവാനുള്ള സംവിധാനങ്ങൾ ഇന്ന് ഇതിൻ്റെ അകത്തുണ്ട്. എത്ര തവണ നമ്മൾ ഇതിലേക്ക് നോക്കി എന്നും ഇത് വാച്ച് ചെയ്തു എന്നും അറിയാനുള്ള സംവിധാനങ്ങൾ ഓരോ സ്മാർട്ട് ഫോണുകളിലും ഇന്ന് ലഭ്യമാണ്. അതിനുള്ള ആപ്പുകളുണ്ട്. അതിലൊന്ന് പരിശോധിച്ച് നോക്ക്. എത്ര മണിക്കൂർ നമ്മൾ ഖുർആനുമായിട്ട്, ഫോണുമായിട്ട് ബന്ധപ്പെടുന്നു? അതേ അവസരത്തിൽ നമ്മുടെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളെ വൃത്തിയാക്കുവാൻ അനിവാര്യമായ നിങ്ങൾ വിശുദ്ധ ഖുർആൻ ചിന്തയോടെ പാരായണം ചെയ്യൂ.
ചിന്തയോടെ പാരായണം ചെയ്യാൻ നിങ്ങൾക്കെന്ത് തടസ്സമാണുള്ളത്? നിങ്ങളുടെ ഹൃദയങ്ങളിൽ ചിന്തക്കൊന്നും ഇടമില്ലാതിരിക്കാൻ മാത്രം താഴിട്ട് പൂട്ടിയിരിക്കുകയാണോ എന്ന് വിശുദ്ധ ഖുർആൻ 2 സ്ഥലത്ത് ചോദിച്ചത് നമ്മളോടാണെന്ന് മറന്നു പോകരുത്. എങ്കിൽ അർത്ഥവും ആശയവും മനസ്സിലാക്കിയവർക്കേ അത് ചിന്തിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഖുർആനിന്റെ പഠനത്തിൽ വലിയ ശ്രദ്ധ വേണം. എന്നിട്ട് പാരായണം ഡെയിലി നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ചിന്തയോടെ പാരായണം ചെയ്താൽ അത് ഹൃദയങ്ങളെ ബാധിക്കുന്ന രോഗങ്ങൾക്കുള്ള ഒന്നാമത്തെ ഔഷധമാണ്. രണ്ടാമതായി വലിൽ ബത്നിൽ ഖലാ, നമ്മുടെ വയറ് ഇടയ്ക്കിടെ കാലിയാക്കിക്കൊണ്ടിരിക്കണം. വിശുദ്ധ ഖുർആൻ ചിന്തയോടെ പാരായണം ചെയ്യുന്നത് കഴിഞ്ഞാൽ അടുത്തത് ശ്രദ്ധിക്കേണ്ടത് ഇടയ്ക്കിടെ വയറ് കാലിയാക്കണം എന്ന് പറഞ്ഞാൽ വിശുദ്ധ റമദാനിൽ നമ്മൾ കൃത്യമായി തന്നെ തിന്മകളിൽ നിന്ന് തടയുവാൻ നമ്മുടെ വ്രതമാണ് നമ്മെ തയ്യാറാക്കിയ പ്രധാന ഘടകം. എങ്കിൽ റമദാൻ കഴിഞ്ഞാലും നമ്മുടെ മുമ്പിൽ സുന്നത്ത് നോമ്പുകൾ വരുമ്പോൾ അതിനെക്കുറിച്ചുള്ള ശ്രദ്ധ വേണം. നോമ്പുകൾ മനുഷ്യന്റെ ദുഷിച്ച വികാരങ്ങൾക്ക് കടിഞ്ഞാനിടുമെന്നുള്ളത് ഇസ്ലാമിന്റെ നിയമമാണ്. നിങ്ങളിൽ വിവാഹപ്രായമെത്തിയവർ വിവാഹം കഴിക്കണം. തെറ്റുകളിലേക്ക് നിങ്ങൾ പോകരുത്. ആ തിന്മകളിൽ നിന്ന് നിങ്ങളെ തടയുവാൻ, നിങ്ങളുടെ ദൃഷ്ടികളെ താഴ്ത്തുവാനും, അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സുകളിൽ ചീത്ത വിചാരങ്ങൾ കടന്നു വരാതിരിക്കുവാനുമൊക്കെ വ്രതം നിങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് നമ്മൾ മനസ്സിലാക്കിയവരാണ്. അതുപോലെയുള്ള കുറേ ഗുണങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ അത്തരത്തിലുള്ള ദുഷിച്ച ചിന്തകൾ വരുന്നതിൽ നിന്ന് നമ്മെ തടയുന്നതാണ് നോമ്പുകൾ. അതുകൊണ്ട് രണ്ടാമത്തെ ഔഷധമായി പറയുന്നത് നോമ്പുകളുടെ കാര്യത്തിൽ ശ്രദ്ധ വേണം. മൂന്നാമതായി പറഞ്ഞതെന്താണ്? വഖിയാമുൽ ലൈൽ, രാത്രിയിൽ നമസ്കാരത്തെ മുടക്കരുത്. രാത്രി നമസ്കാരം മുടക്കരുത്. എന്താണ് രാത്രി നമസ്കാരം? പരിശുദ്ധ റമദാനിൽ നമ്മൾ ഏറെ പുണ്യം ലഭിക്കുന്നു എന്ന ഉദ്ദേശത്തോടുകൂടി നാം ഏവരും രാത്രികളിൽ നമസ്കരിച്ചവരാണ്. ആ നമസ്കാരം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാൻ കഴിഞ്ഞാലും അവിടുന്ന് തുടർന്നിട്ടുണ്ട്. അതുകൊണ്ട് രാത്രി നമസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് വല്ലാത്ത സമാധാനം നൽകുകയാണ്, ഭീതിയിൽ നിന്ന് മോചനം നൽകുകയാണ്, ടെൻഷനിൽ നിന്ന് മനുഷ്യന് ഫ്രീ ആയ ഒരവസ്ഥ നൽകുകയാണ്, സമാധാനം അവന് പ്രദാനം ചെയ്യുകയാണ്. ഇന്ന നാശിഅത്തൽ ലൈൽ ഹിയ അശദ്ദു വത്അൻ വഅഖ്വമു ഖീലാ. ശുദ്ധ ഖുർആൻ പറഞ്ഞതാണ് രാത്രി നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞെടുത്ത്. രാത്രിയിലെ ഉണർന്നെഴുന്നേൽപ്പ് മനസ്സിന് വല്ലാത്ത ബലം നൽകുന്ന കാര്യമാണ്. നല്ല ചൊവ്വായ നല്ല രൂപത്തിലുള്ള ജീവിതത്തിലേക്ക് മനുഷ്യന് ദിശാബോധം നൽകുന്ന കാര്യമാണ്. പാപങ്ങളെ പൊറുപ്പിക്കുന്ന പ്രവർത്തനമാണ്. റബ്ബിന്റെ തൃപ്തി നേടിയെടുക്കുവാനുള്ള ഏറ്റവും വലിയ രൂപത്തിലുള്ള ഒരു മാർഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോപത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗമാണ്. എന്നിങ്ങനെ എത്രയെത്ര മഹത്വങ്ങളാണ് രാത്രി നമസ്കാരത്തെക്കുറിച്ച് നമുക്ക് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, മൂന്നാമത്തെ കാര്യം വഖിയാമുൽ ലൈൽ, രാത്രിയിലെ നിസ്കാരമാണ്. അത് ഇശാ നമസ്കാരം കഴിഞ്ഞ് അതിൻ്റെ സുന്നത്തും കഴിഞ്ഞ് പ്രഭാതമാകുന്നതിൻ്റെ മുമ്പ് അഥവാ സുബഹി ബാങ്ക് വിളിക്കുന്നതിൻ്റെ ഇടക്ക് എപ്പോഴാണോ നമുക്ക് സാധ്യമാവുക എങ്കിൽ നമുക്ക് എത്രയാണോ നിരന്തരമായി നിത്യമായി നിലനിർത്താൻ കഴിയുന്ന എണ്ണമെങ്കിൽ അത് സ്ഥിരമായി തന്നെ നിലനിർത്തുക. ഉറങ്ങി എഴുന്നേൽക്കില്ല എന്ന് ഉറപ്പാണെങ്കിൽ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് ചെയ്യലാണ് ശ്രേഷ്ഠത. അങ്ങനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ പലപ്പോഴും പ്രയാസം അനുഭവപ്പെട്ടിരുന്ന സഹാബിമാരോട് മുമ്പ് നിസ്കരിക്കാനാണ് നബി തങ്ങളുടെ ഉപദേശം ഉണ്ടായത്. അതല്ലാതെ എഴുന്നേൽക്കാൻ സാധിക്കുമോ? അപ്പോഴാണ് ശ്രേഷ്ഠത. ഏതായിരുന്നാലും വിടരുത്, ഒഴിവാക്കരുത്. ഒരു സുന്നത്തല്ലേ എന്ന ലാഘവ ബുദ്ധി ഉണ്ടാകരുത്. അതുകൊണ്ട് നിസ്കാരം, രാത്രി നിസ്കാരം റബ്ബിനോട് നമ്മെ അടുപ്പിക്കുന്നൊരു വല്ലാത്ത പ്രവൃത്തിയായതുകൊണ്ട്
അതും നമ്മൾ അതും നമ്മൾ മുടങ്ങാതെ തന്നെ നിലനിർത്തേണ്ടതുണ്ട്. അതാണ് മൂന്നാമത്തെ ഔഷധമായി പറയപ്പെട്ടത്. ഇനി സഹോദരന്മാരെ, അത്താഴ സമയത്ത് അഥവാ രാവിന്റെ അന്ത്യയാമങ്ങളിൽ എഴുന്നേറ്റുകൊണ്ട് റബ്ബിന്റെ മുമ്പിൽ വിനയപ്പെടലാണ് നാലാമത്തെ ചികിത്സ. അതും തുടരേണ്ടതാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ മനസ്സ് കൃത്യമായി തന്നെ വല്ലാതെ വിനയപ്പെടുന്ന, ആത്മാർത്ഥത മുറ്റി നിൽക്കുന്ന, ഒരാളെയും കാണിക്കുക എന്ന ഉദ്ദേശം ഒരിക്കലും കടന്നു വരാതെ തൻ്റെ വീട്ടിലുള്ള മെമ്പർമാര് പോലും അറിയാതെ എഴുന്നേറ്റ് അവരെ വിളിച്ചുണർത്തുക എന്ന പുണ്യം ലഭിക്കുക എന്ന ഒരൊറ്റ നിയ്യത്തോടെ മാത്രം അവരെ അറിയിക്കേണ്ട സമയത്ത് അറിയിച്ചുകൊണ്ട് ബാക്കി എല്ലാ സമയത്തും റബ്ബിനോട് സുജൂദുകളിലൂടെ, നമ്മുടെ അത്തഹിയാത്തിന്റെ അവസാനത്തിലൂടെ, അതുപോലെ തന്നെ ധാരാളം സമയങ്ങളിൽ നമ്മുടെ പാപമോചനത്തേട്ടം അധികരിപ്പിച്ച് ദുന്യവിയും ഉഖറവിയും അഥവാ ഐഹികവും പാരത്രികവുമായ വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി തേടുന്ന തേട്ടത്തിന് അല്ലാഹുവിങ്കൽ നിന്ന് പ്രത്യേകം ഉത്തരം ലഭിക്കുമെന്ന് ഉറപ്പുള്ള ആ നേരം നമ്മളൊരിക്കലും ഒഴിവാക്കി കളയരുത്. അതാണ് നാലാമത്തത്. ആ സമയത്ത് വല്ലാതെ മനസ്സ് വിനയപ്പെട്ട് റബ്ബിലോട് അടുക്കുക. അഞ്ചാമത്തെ കാര്യം പറയുന്നത് വമുജാലസതു സ്വാലിഹീനൽ ഫുദ്ദലാ, സ്വാലിഹീങ്ങളോട് സഹവസിക്കുവാൻ നീ സമയം കാണണം. അൽ ഫുദ്ദല, ശ്രേഷ്ഠവാന്മാരായ സദ്വൃത്തരായ മനുഷ്യന്മാരോട് നിനക്ക് കൂട്ടുണ്ടാകണം. സജ്ജനങ്ങളോടുള്ള സഹവാസം, സജ്ജന സഹവാസം നിന്റെ മനസ്സിന് വല്ലാത്തൊരൗഷധമാണ്. മനസ്സിൽ കുടികൊള്ളുന്ന ടെൻഷനുകൾ അവരുമായി പങ്കുവെക്കുമ്പോൾ അവർ സന്തോഷിക്കുകയല്ല ചെയ്യുക, നിന്റെ ദുഃഖത്തിലും നിന്റെ സങ്കടത്തിലും അവരും പങ്കുചേർന്നുകൊണ്ട് നിന്നെ സമാശ്വസിപ്പിക്കുകയേ അവർ ചെയ്യുകയുള്ളൂ. നിനക്ക് നന്മയിലേക്ക് ദിശാബോധമേ അവർ കാണിച്ചു തരികയുള്ളൂ. നിന്നെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ അവരിൽ നിന്നുണ്ടാവുകയില്ല. നിന്റെ സന്തോഷത്തിൽ അവരും ആത്മാർത്ഥമായി സന്തോഷിക്കും, നിന്റെ ദുഃഖത്തിൽ അവരും ആത്മാർത്ഥമായി പങ്കുചേരും. നിന്റെ നന്മക്ക് വേണ്ട ഓരോന്നും നിന്നോടവർ അടിക്കടി വേണ്ട സമയത്ത് പറഞ്ഞുകൊണ്ടിരിക്കും. നിന്റെ അസാന്നിധ്യത്തിലും അവർ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. ഇങ്ങനെ എത്രയെത്ര നല്ല ഗുണങ്ങളാണ് സാലിഹീങ്ങളുമായിട്ടുള്ള കൂട്ടിലുള്ളത്. നേർവിപരീതമായ തെമ്മാടികളുമായിട്ടാണ് ബന്ധമെങ്കിൽ ഒരു മാസക്കാലം നേടിയെടുത്ത് ഇതുവരെ നിലനിർത്തിക്കൊണ്ടുപോകുന്നത് മുഴുവനും അവരുടെ ദുഷ്പ്രേരണകൾക്ക് നീയും അങ്ങ് വശംവദനായിക്കൊണ്ട് അവരുടേതായ മാർഗത്തിലേക്ക് നീയും അങ്ങ് പോകുമ്പോൾ നാശമായിരിക്കും ഫലമുണ്ടാവുക. അതുകൊണ്ട് സൂക്ഷിച്ചേ പെരുമാറാകൂ, സൂക്ഷിച്ചേ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അതിനെന്ത് വേണം? സാലിഹീങ്ങളുടെ കൂടെ സമയം കാണണം, സജ്ജന സഹവാസത്തെ ഉണ്ടാക്കി തീർക്കണം. ഈ 5 ഔഷധങ്ങൾ ദവാഉ ഖൽബാണ്, ഹൃദയത്തിനെ ബാധിക്കുന്ന, നമ്മൾ ഹൃദയം ഓപ്പറേറ്റ് ചെയ്ത് തുറന്നു നോക്കിയാൽ കാണുന്ന രോഗങ്ങളല്ല, ഹൃദയത്തെ ബാധിക്കുന്ന ചില രോഗങ്ങളുണ്ട്. ഫീ ഖുലൂബിഹിം മറദുൻ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ചില രോഗങ്ങൾ, അത് നമ്മുടെ പരലോകത്തെ തകർക്കും. സ്വർഗത്തിലേക്കുള്ള പ്രവേശനം നിഷേധിക്കപ്പെടും, നരകത്തിലേക്ക് നമ്മെ അത് തള്ളിവിടും. അത്തരത്തിൽ ആ വിധത്തിൽ അപകടകരമായ ഈ രോഗങ്ങൾ, ഇതിനുള്ള ഔഷധങ്ങളാണ് ഈ കേട്ട 5 കാര്യങ്ങളും. റമദാനിന്റെ ശേഷമുള്ള നമ്മുടെ ജീവിതത്തിലും ചിന്തയോടെ നമ്മൾ ഈ 5 ഗുണങ്ങൾ നമ്മളിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് ആലോചിക്കുക. അങ്ങനെ വിശുദ്ധ റമദാൻ സൂക്ഷ്മതയോടെ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്തുവോ, ശേഷക്കാല ജീവിതവും അതേ രൂപത്തിൽ മരണം വരെ അങ്ങനെ തന്നെ നിലനിർത്തുവാൻ നാം ഏവരും അധ്വാനിക്കുക. അത് നിലനിർത്തി തരുവാൻ റഹ്മാനായ റബ്ബിനോട് മനം നൊന്ത് കേഴുക, പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ജീവിതം ഏത് കാലത്തും ജീവിച്ച് അതേ രീതിയിൽ ഈ ലോകത്തോട് വിട പറഞ്ഞ് സജ്ജനങ്ങളുടെ കൂടെ സ്വർഗത്തിലേക്ക് എത്തിപ്പെടുവാനുള്ള തൗഫീഖ് നൽകപ്പെടുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.